ഗോവിന്ദേട്ടൻ്റെ കൂടെ വർഷങ്ങളായി ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ എൻ്റെയൊക്കെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീ ബാലേന്ദ്രൻ ഈ നാദം ഫൗണ്ടേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ഈ പിയർലെസ് ബയോടെക് കമ്പനിയായിട്ടൊക്കെ ചേർന്ന് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇത് മെഡിക്കൽ ഫീൽഡിലാണെന്ന് എനിക്കറിയാം, കമ്പനി ഇതാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ MR സംസാരിച്ച സമയത്താണ് ഇങ്ങനെ ഒരു ആശയം വരികയും ഹെൽത്ത് ചെയർമാൻ എന്നോട് ഇത് പങ്കുവയ്ക്കുകയും നമ്മുടെ 101 വാർഡിലേക്കും ഇങ്ങനെ നമുക്കൊരു സഹായം ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. ബാലേന്ദ്രനോട് അടുത്തിരിപ്പുണ്ട്, പേര് പറഞ്ഞപ്പോഴും ഒന്ന് പിന്നെ പറയുകയും ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു 101 വാർഡിലേക്ക് ഇത്രത്തോളം എക്യുപ്മെന്റ്സ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിച്ചത് കൗൺസിലർമാർക്ക് ഓരോന്നാണോ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. നോക്കി കളയരുത്. ഞാൻ വിചാരിച്ച ആദ്യം ഒരു കൗൺസിലറിന് അവർക്ക് സ്വന്തമായിട്ട് ഒരെണ്ണമുണ്ട്, അല്ലപ്പോഴാണ് എന്മാർ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത് അല്ല മിനിമം ഒരു 25 എണ്ണമെങ്കിലും അല്ലേ, ഒരു 25 എണ്ണമെങ്കിലും ഒരു വാർഡിൽ കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. നമ്മളപ്പം തന്നെ ഒരു ചർച്ചയില്ല, 101 പേർക്കും കിട്ടുമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനനുസരിച്ച് ആലോചിക്കാം. അപ്പം 101 സംഘടിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം കൗൺസിൽ ആയതുകൊണ്ട് ഏറെക്കുറെ എല്ലാവരും ഇവിടെ വരുമെന്നും അഥവാ അത്യാവശ്യമൊക്കെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാലും കുറച്ച് നമുക്ക് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാം എന്നൊക്കെയുള്ള കാര്യം. ഇതിനു വേണ്ടി മാത്രം വിളിക്കുന്നതിന്റെ ഒരു വിഷമമുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ വച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ ഇടയ്ക്ക് എല്ലാവരെയും വീണ്ടും വിളിച്ചു വരുത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സന്തോഷമുണ്ട്. ഞാനിത് ആദ്യ ദിവസം തന്നെ ഞങ്ങൾ അവിടെ കൊണ്ട് നമ്മുടെ HO തന്നെ എന്റെ BP ആണ് ആദ്യം നോക്കിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പൊ നല്ല ഐശ്വര്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ BP ഒന്നുമില്ല, മറ്റേ പൊക്കാരെ ആ സമയത്താണ് നോക്കിയത്. എല്ലാം വളരെ നോർമലായിരുന്നു. എല്ലാം അതിന്റെ തലേദിവസമാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ HO കിട്ടി ഉടക്കി പൊട്ടിച്ചിട്ട് എന്റെ ദേഹത്ത് തന്നെ ഇത് ആദ്യം വെച്ചു. അപ്പോ എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വാർഡിലാകുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആൾക്കാർ ഇത് കൊടുക്കേണ്ട ആരാണ് നമുക്ക് തന്നെയാണ് ഏറ്റവും അറിയാന്നുള്ളത്. ആ വാർഡിലുള്ള കൗൺസിലർക്ക് തന്നെയാണ് അർഹരാരാണെന്ന് കൗൺസിലർമാർക്ക് തന്നെയാണ് അറിയാന്നുള്ളത്. തീർച്ചയായിട്ടും കൊടുക്കുക. ഇതുപോലെ തന്നെ ചില കമ്പനികൾ ചില ഓഫറുകൾ കൂടെ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ വച്ചിട്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, തരുന്നുവെങ്കിൽ 100 വാർഡിലേക്കും കൃത്യമായിട്ട് കൊടുക്കാനുള്ള സാധനം തരിക. 101 വാർഡിലേക്കും കൊടുക്കാൻ വേണ്ടിയുള്ളത് തന്നു കഴിഞ്ഞാൽ സന്തോഷകരമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന മുറയ്ക്ക് ഇനിയും നമുക്ക് സഹായങ്ങൾ ഉണ്ടാകും എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പറയുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട CEO ശ്രീ മോഹൻകുമാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചു. പാലക്കാട്, എറണാകുളം, കൊല്ലം എന്നീ ജില്ലകളിൽ പലതരത്തിലുള്ള മെഡിക്കൽ എയ്ഡഡ് ഇത് കൊടുക്കുവാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. സോ ഇതിന് പിന്നില് ഞങ്ങളുടെ ഇതിൽ പ്രവർത്തിക്കുന്ന നാദൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. സോ ഇന്ന് ഞങ്ങളുടെ റീജിയണൽ സെയിൽസ് മാനേജർ അരുൺ ട്രിവാൻഡ്രം കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ത്രൂ ആണ് ഇന്ന് ഈ കോർപ്പറേഷനിലെ BP മീറ്ററും ഗ്ലൂക്കോമീറ്ററും കൊടുക്കുവാനുള്ള തീരുമാനമായത്. ഇതിൽ കമ്പനിയുടെ ഇതിൽ എനിക്ക് ഒരു അപ്രീസിയേഷൻ ചെയ്യാനുള്ളത്, ഞാൻ ഇത് പറഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് എടുക്കുകയും ഈ ലിസ്റ്റ് തയ്യാറാക്കി ഇന്ന് തന്നെ ഇത് ഇവിടെ കൊടുത്തത് വളരെ വലിയൊരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. സോ അതിന് നിങ്ങൾ എല്ലാവരെയും ഐ എം അപ്രീഷിയേറ്റിംഗ്. യൂഷ്വലി ഇപ്പൊ CSR എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു 3 to 4 months ടൈം എടുക്കും ഇത് ഫണ്ട് അലോട്ട് ചെയ്യാനും പ്രോഡക്ട്സ് വരാനും അപ്പുറം പാക്ക് ചെയ്യാനും. ഈ പ്രോഡക്റ്റ് ഇന്നലെയാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് എത്തിയത്. ഇന്നലെ തന്നെ അവര് 101 വാർഡുകളിലേക്കുള്ള പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. സോ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് വെൽനസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
ആ ഗ്ലൂക്കോമീറ്ററിൽ 10 സ്ട്രിപ്പ് ഉണ്ട്, അതല്ലാതെ 100 സ്ട്രിപ്പും ഉണ്ട്. സോ നിങ്ങൾ ഇത് അർഹതപ്പെട്ടവരിൽ എത്തിക്കുക. തീർച്ചയായിട്ടും ഇനിയും കമ്പനിയുടെ CSR ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഈ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇവിടെ ഈ ഒരു ഗ്ലൂക്കോമീറ്ററും അതുപോലെ ബ്ലഡ് പ്രഷർ മോണിറ്ററും ഈ ഒരു ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു എല്ലാവരും തന്നെ. കുറച്ച് വൈകിപ്പോയി, വേറൊരു പരിപാടിയുടെ ഭാഗമായി വേറൊരു സ്കൂളിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് വൈകിയത്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. കാരണം നമ്മുടെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്ന ശേഷം നമുക്കറിയാം നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ എല്ലാം തന്നെ നമ്മൾ വെച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രോജക്ട്സ് ആയതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ പ്രോജക്റ്റിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആൾ ഇപ്പോഴത്തെ ഇതുപോലെ CSR ഫണ്ടുമായി സാർ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ CSR പ്രോജക്ട്സ് നിരവധി ആളുകൾ പല പ്രോജക്ട്സും നമ്മുടെ മേയറെ സമീപിക്കുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വന്ന് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള ബാങ്ക്സ് ആയാലും ഒക്കെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ സമീപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം സർ. കാരണം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ ഒരു വീട്ടിൽ തന്നെ ഇപ്പോ ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഒക്കെ നിരവധിയായിട്ടുള്ള രോഗികളുണ്ട്. കാരണം ഇത് പുറത്തു പോയി, അതെ, അത് നമ്മൾ പുറത്തു പോയി ഒരു ബ്ലഡ് പ്രഷർ നോക്കണമെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഷുഗർ നോക്കണമെങ്കിലും ഒക്കെ തന്നെ നല്ല കാശ് കൊടുത്തിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫാസ്റ്റിംഗ് ആയാലും അല്ലാതൊക്കെ തന്നെ നോക്കുമ്പോൾ നല്ല കാശ് വാങ്ങുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് തന്നെ നമ്മുടെയൊക്കെ ഒരു വാർഡിൽ 25 പേർക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. അതിപ്പോ നമ്മളിപ്പോ ആളുകളെ തന്നെ കൊടുക്കണം എന്നല്ല, നമുക്ക് ലൈബ്രറി കൊടുക്കാം, നമുക്ക് അംഗൻവാടികളിൽ കൊടുക്കാം, ഒക്കെ തന്നെ കൊടുക്കാൻ തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ വന്നിട്ട് ഇത് പരിശോധിക്കാം, അതിന്റെയൊക്കെ ഭാഗമാകാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫണ്ട്, കാരണം ഈ CSR ഫണ്ട് ഒരു കമ്പനിയുടെ തന്നെ ഒരു അത് എന്താ പറയാ ലാഭത്തിന്റെ ഇത്ര ശതമാനം CSR ഫണ്ട് വിനിയോഗിക്കണമെന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിനിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെയധികം, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ട് നമുക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും സാർ നേരത്തെ സൂചിപ്പിച്ചു ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് സാറിനും അതുപോലെ തന്നെ സാറിന്റെ കമ്പനിക്കും താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സാർ. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അങ്ങയുടെ കമ്പനിക്കുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചും അങ്ങോട്ടും അതുപോലെ തന്നെ സാറിനും പ്രതീക്ഷിക്കാമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും. ഇനിയും തീർച്ചയായിട്ടും നേരത്തെ നമ്മുടെ മേയർ സൂചിപ്പിച്ച് കാണാം ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള സർപ്രൈസുകളും ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അടുത്തത് പറയൂ. പൗണ്ട് കടവ് മാറ്റിവെച്ച ശ്രീകാര്യം പാടുകൾ. അണമുഖം വാർഡ് കൗൺസിൽ. തമ്പാനൂർ വാർഡ് കൗൺസിലർ ഇവിടെ മാറ്റിവെച്ചു. മേലാങ്കോട് വാർഡ് കൗൺസിലർ ശ്രീദേവി. മേലാങ്കോട്, സോറി, പഴയ ഓർമ്മയിൽ പറഞ്ഞു. നന്ദൻകോട്. നന്ദൻകോട് കൗൺസിലർ. കുളത്തൂർ. ഇടവക്കോട് വന്നിട്ടില്ല, മാറ്റി വെച്ചു.
അമ്പലം അമ്പലമുക്ക് നെട്ടയം